ഇത് റിയൽമിയുടെ GT70 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് ആക്ച്വലി നാളെയാണ് ഇതിന്റെ ലോഞ്ച് വരുന്നത്. ഈ റിയൽമിയുടെ GT ഫോണുകൾക്ക് അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ഒരു ഫോണാണ്. ഈ ഒരു ബ്ലൂ കളർ കൂടാതെ ഇതിനൊരു ബ്ലാക്ക് കളർ ഉണ്ട്, പിന്നെ റേസിംഗ് യെല്ലോ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കളർ കൂടിയുണ്ട്. ഗെയിമേഴ്സിനൊക്കെ അത്യാവശ്യം കിടലുമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ്. ഡിമെൻസിറ്റിയുടെ 8400 മാക്സ് എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. ബെസൽ എന്നൊക്കെ പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ബെസലാണ് വരുന്നത്. 6000 നിറ്റ്സ് ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് പറയുന്നത്. 7000 mAh ഒരു ബാറ്ററി ഇതിനകത്ത് വരുന്നുണ്ട്. അത് കൂടാതെ 120 വാട്ട്സിന്റെ ചാർജിംഗ് അഡാപ്റ്ററും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. ക്യാമറയുടെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് സോണിയുടെ 50 മെഗാ പിക്സലിന്റെ ഒരു പ്രൈമറി ക്യാമറയും 8 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറയും 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ഇതിനകത്ത് വരുന്നത്. ക്യാമറ എന്ന് പറയുന്നത് അത്ര ഭയങ്കര കിടലൻ ക്യാമറ എന്ന് പറയുന്നില്ല, അത്യാവശ്യം നമ്മൾ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ പെർഫോമൻസിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ഉള്ള ഒരു ഫോണാണ്. സോ നിങ്ങൾ ഗെയിമിംഗ് ഒക്കെ ഈ പറയുന്ന ഒരു 120 ഹെഡ്സിലൊക്കെ ഫ്രെയിം ഡ്രോപ്പ് ഒന്നും കൂടാതെ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ്. അതുപോലെ ഇതിന്റെ 8GB മുതൽ 12GB വരെ റാം അവൈലബിൾ ആണ്. 128 മുതൽ 512 വരെ സ്റ്റോറേജും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 256 എങ്കിലും മിനിമം സ്റ്റോറേജ് വാങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് UFS 4.0 സ്റ്റോറേജിന്റെ സപ്പോർട്ട് കിട്ടും. അപ്പോൾ പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിൽക്കും. 128GB വാങ്ങുമ്പോഴത്തേക്ക് UFS 3.0 സപ്പോർട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 256 തന്നെ വാങ്ങാനാണ്. പിന്നെ IP69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. ഹോൾഡ് ചെയ്യാനൊന്നും അത്യാവശ്യം കുഴപ്പമില്ല. ബാക്കിലൊക്കെ ഒരു മാറ്റ് ഫിനിഷ് ആണ് ഈ കളറിന് വരുന്നത്. സ്ക്രീനിൽ വരുമ്പോൾ ഗൊറില്ല വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ വരുന്നുണ്ട്. പ്രൈസ് എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു 40,000 റേഞ്ചിനകത്തായിരിക്കും പ്രൈസ് വരാനുള്ള സാധ്യത. അപ്പോൾ നാളെ നിങ്ങൾ നോക്കുക, ഈ പറയുന്ന പോലെ നാളെ GT7 റിലീസാണ്, GT7T റിലീസാണ്. ഇത് GT7T ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ.